അമ്മ മാതാവ് തിരുക്കുമാരൻ വഴി എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന അനുഗ്രഹങ്ങൾക്കും ദാനങ്ങൾക്കും നന്ദി പറയുവാനാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിൽക്കുന്നത്. അതിനാദ്യമേ തന്നെ പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് നിമിഷ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വെള്ളിക്കുളങ്ങര ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2019 എൻ്റെ ഒരു സുഹൃത്ത് വഴിയായിട്ട് ആണ് ഈ കൃപാസനത്തെ പറ്റി അറിയാനിടയായത്. ഞാനൊരു നഴ്സാണ്. എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ടാണ് ഈ കൃപാസനത്തെ പറ്റി അറിയാൻ ഞാൻ ഇടവന്നത്. അതിനുശേഷം ഞാൻ 2019 മെയ് മാസത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ GNM നഴ്സായിരുന്നു. അപ്പോൾ എനിക്കത് കഴിഞ്ഞിട്ട് പോസ്റ്റ് BC നഴ്സിംഗ് ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിലെൻ്റെ ആദ്യത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചത് പോസ്റ്റ് BC എക്സാം ആ കോഴ്സ് 2 കൊല്ലം കംപ്ലീറ്റ് ചെയ്യുവാനും പാസ്സായി അതിനുശേഷം OET പഠിച്ച് വിദേശത്തേക്ക് ഫാമിലിയായി പോയി സെറ്റിലാവാനും അമ്മ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞായിരുന്നു എൻ്റെ നിയോഗം അതിലുണ്ടായിരുന്നത്. കാരണം എൻ്റെ ഹസ്ബൻഡ് വിദേശത്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോയി നിൽക്കുവാനുള്ള ഹസ്ബൻഡിന് അങ്ങനത്തെ വിസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നത്, ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുവാനായിട്ട്. അത് പ്രകാരം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ 2019 എൻ്റെ പോസ്റ്റ് BC കോഴ്സ് തുടങ്ങി. അതിനുശേഷം 2021 കൂടി എൻ്റെ പോസ്റ്റ് BC കംപ്ലീറ്റ് ആവുകയും തുടർന്ന് ഞാൻ OETക്ക് ചേരുകയും ചെയ്തു. OET ഞാൻ 5 തവണ എഴുതി. അതിനിടയിൽ എൻ്റെ ഉടമ്പടി 2 തവണ ഞാൻ പുതുക്കിയിട്ടുണ്ടായിരുന്നു. 5 തവണ OET എഴുതിയിട്ടും ഓരോ തവണ എഴുതുമ്പോഴും 1-2 മോഡ്യൂൾ വെച്ച് പോകും. ചിലതിന് മാത്രം B ഗ്രേഡ് കിട്ടുകയുള്ളൂ. അതിനുശേഷം ഞാൻ 2022 5 തവണ എക്സാം എഴുതിയതിന് ശേഷം 2022 ഒക്ടോബറിൽ ഇവിടെ അഖണ്ഡ ജപമാല റാലിക്ക് ഞാൻ പങ്കെടുത്തിരുന്നു. അതിനുശേഷം ഞാൻ നവംബറിൽ OETക്ക് ഡേറ്റ് എടുത്ത് ആ ജപമാല റാലി കൂടിയതിന് ശേഷം ഞാൻ OET എക്സാം എഴുതി. അപ്പോൾ എനിക്ക് ഒരു മോഡ്യൂളും കൂടി കിട്ടാനുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, ഈ ഒരു തവണയും കൂടി ഞാൻ എഴുതുള്ളൂ, ഇതിന് ഞാൻ എഴുതില്ല, അമ്മ എനിക്ക് തരാനുള്ളതാണെങ്കിൽ ഇതിൽ തരണം, ഞങ്ങൾക്ക് കുടുംബമായി നിൽക്കാനുള്ള ആഗ്രഹത്താലാണ് അമ്മയോട് ഇത് ചോദിക്കുന്നത്, അപ്പോൾ അമ്മ ഇത് സാധിച്ചു തരണമെന്ന് അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നവംബറിൽ ജപമാല റാലിക്ക് ശേഷമുള്ള നവംബർ മാസത്തിലെ എക്സാമിൽ ലിസണിങ് എക്സാം എഴുതി. അത് കഴിഞ്ഞപ്പോഴാണ് ഉടമ്പടി പുതുക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല 3-ാം തവണ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നീ എക്സാം എഴുതി കഴിഞ്ഞു, എന്നോട് അവൾ പറഞ്ഞു, നീ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ ഇടപെടും, പിന്നെയും ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ അവിടെ ഇടപെടും, സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നവംബർ മാസത്തിൽ 7-ാം തീയതിയാണ് ഞാൻ എക്സാം എഴുതിയത്. 22-ാം തീയതിയാണ് എൻ്റെ 23-ാം തീയതിയാണ് റിസൾട്ട് വരേണ്ട ദിവസമായിരുന്നത്. പക്ഷെ ഞാൻ 22-ാം തീയതി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഫോണിലേക്ക് മെയിൽ വന്നു റിസൾട്ട്. പക്ഷെ ഞാനത് അപ്പോൾ ഓപ്പൺ ചെയ്തില്ല. റിസൾട്ട് 23-ാം തീയതിയാണ് വരാനിരുന്നത്, പക്ഷെ നേരത്തെ വന്നു റിസൾട്ട്. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി എല്ലാം പുതുക്കിയതിന് ശേഷം മെയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ഇവിടെ പള്ളിയകത്ത് വന്നിരുന്ന് ഞാനും ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മെയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ലിസണിങ്ങിന് ആണെങ്കിൽ കിട്ടാനുണ്ടായിരുന്നത് അത് ഫെയിലായിട്ടുള്ള ഒരു റിസൾട്ടാണ് അതിൽ കണ്ടത്. 350 വേണ്ടത്, 340 സ്കോർ അതിൽ കണ്ടത്. അപ്പോൾ ഞാൻ ആകെ തളർന്നു പോയി. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരുപാട് കരഞ്ഞു, പ്രാർത്ഥിച്ചു. അപ്പോൾ OET എഴുതാൻ ഇനി വിധിച്ചിട്ടുണ്ടാവില്ല, അതായത് ഇതായിരിക്കില്ല എൻ്റെ വഴി, വേറെ വഴിയായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഇവിടെ ഇരുന്ന് കരഞ്ഞു. എന്നിട്ട് ഞാൻ പരിശുദ്ധ അമ്മയുടെ ഇവിടെ കൃപാസനത്തിൽ ഈ അമ്മയുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു, അമ്മ എന്നെ കൈവിടില്ല എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഞാൻ മെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. വീണ്ടും മെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ലിസണിങ്ങിൻ്റെ മാർക്ക് എനിക്ക് 350, ഞാൻ പാസ്സായതാണ് റിസൾട്ട് എനിക്ക് കാണാൻ സാധിച്ചത്. അതിന് ശേഷം
പിന്നെ ഞാൻ എൻ്റെ ന്യൂസിലാൻഡിലേക്കുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ന്യൂസിലാൻഡിലേക്കുള്ള പ്രോസസ്സിങ് എനിക്ക് ഒരു കൊല്ലം കറക്റ്റ് ഒക്ടോബർ മാസം തന്നെയാണ്, ഞാൻ 2023 ഒക്ടോബറിൽ തന്നെയാണ് ഞാൻ ന്യൂസിലാൻഡിലേക്ക് പോയത്. പക്ഷെ ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ന്യൂസിലാൻഡിൽ ചെന്നു, അവിടുത്തെ ന്യൂസിലാൻഡ് നേഴ്സിംഗ് രജിസ്ട്രേഷൻ എല്ലാം എടുത്തു. അതിന് ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു. അതിനിടയിൽ പരിശുദ്ധ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായും ഒരുപാട് ജപമാല ചൊല്ലിയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് രജിസ്ട്രേഷൻ എനിക്ക് കംപ്ലീറ്റ് ആക്കിയത്. രജിസ്ട്രേഷൻ അവിടുത്തെ ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ കിട്ടി. അതിനുശേഷം ജോലി കിട്ടാൻ അവിടെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമായിരുന്നു. കാരണം ആ സമയത്ത് എല്ലാവരും ജോലി കിട്ടാണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു സമയമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവിടെ. അപ്പോൾ ഈ ന്യൂസിലാൻഡിൽ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് ഓസ്ട്രേലിയയുടെ രജിസ്ട്രേഷനും കൂടിയും എടുക്കാമെന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുവഴി ഓസ്ട്രേലിയയുടെ രജിസ്ട്രേഷനും കൂടിയും എടുത്തു. അങ്ങനെ ആ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം ഞാൻ 2 സ്ഥലങ്ങളിലും ജോലിക്ക് അപ്ലൈ ചെയ്തു. 2 സ്ഥലങ്ങളിലും ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു സ്ഥലത്തും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. ഏത് എക്സാമിന് പോകുന്നതിന് മുൻപും ഞാൻ പരിശുദ്ധ അമ്മ മാതാവിനോട് 9 തവണ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ ഉടമ്പടി തൈലം ഉപയോഗിച്ചിട്ടാണ് ആ പരീക്ഷകൾ എഴുതാറുള്ളത്. പെൻസിലിൽ അത് പുരട്ടിയിട്ടാണ് ഞാൻ പരീക്ഷകൾ എഴുതാറുള്ളത്. അതുപോലെ ഉടമ്പടി നിറച്ച വസ്തുവായ ഉപ്പ് പരീക്ഷ ഹോളിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ആര് ചവിട്ടാത്തൊരു സ്ഥലത്ത് ആ ഉപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് എക്സാമിന് പോകാറുള്ളത്. അങ്ങനെ ന്യൂസിലാൻഡിലെ ഈ രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം ജോലിക്ക് 2 സ്ഥലത്ത് അപ്ലൈ ചെയ്ത് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു. ഒരുപാട് സമയം കഴിഞ്ഞിട്ടും കിട്ടാണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു 2 ആഴ്ചയ്ക്കുള്ള അമ്മ എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി തന്ന് അനുഗ്രഹിക്കണം, അല്ലെങ്കിൽ നാട്ടിലേക്ക് ഞാൻ ടിക്കറ്റ് എടുത്ത് ഞാൻ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അത് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ എനിക്ക് ഓസ്ട്രേലിയയിലെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻ്റർവ്യൂവിന് മെയിൽ വന്നു. ഓക്കെ ആണോ എന്ന് ചോദിച്ച് ഇൻ്റർവ്യൂവിന് മെയിൽ വന്നു. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും തൊട്ട് പിറ്റേ ദിവസം തന്നെ അവരെനിക്ക് സെലക്റ്റായി എന്ന് പറഞ്ഞ് അവിടുന്ന് മെയിൽ അയക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 2 ആഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ, ആ പറഞ്ഞ 2 ആഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ പരിശുദ്ധ അമ്മ മാതാവ് എല്ലാം ക്രമീകരിച്ച് എനിക്ക് അവിടുന്ന് ഓഫർ ലെറ്റർ തന്നു. അതിനുശേഷം എനിക്കിപ്പോൾ ന്യൂസിലാൻഡിൽ നിന്നും ഒരു ജോബ് ഓഫർ വന്നു. പക്ഷേ ഇവിടെ ഓൾറെഡി കോൺട്രാക്റ്റ് സൈൻ ചെയ്തത് കൊണ്ട് ഞാൻ തിരിച്ച് മാർച്ച് മാസം, ഈ കൊല്ലം മാർച്ച് മാസം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അതിനുശേഷം ഇത്രയും നാൾ എൻ്റെ വിസയുടെ പ്രോസസ്സിങ്, ഓസ്ട്രേലിയൻ വിസയുടെ പ്രോസസ്സിങ് നടക്കുകയായിരുന്നു. ആ ഹോസ്പിറ്റലുകാർ എനിക്കും എൻ്റെ ഫാമിലിക്കും PR വിസയാണ് അവർ സ്പോൺസർ ചെയ്തത്. അങ്ങനെ ഞാൻ ഈ പ്രോസസ്സിങ് നടക്കുമ്പോൾ എൻ്റെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ പരിശുദ്ധ അമ്മ മാതാവ് തിരുക്കുമാരൻ വഴി എൻ്റെ എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് എനിക്ക് പോസിറ്റീവായിട്ടുള്ള എല്ലാ മെയിലുകളും വന്നുകൊണ്ടിരുന്നത്. അതിന് ശേഷം ഈ മാസം ഒക്ടോബർ 7-ാം തീയതി ഞങ്ങളുടെ ഓസ്ട്രേലിയയിലേക്കുള്ള PR വിസ, ഫാമിലി വിസ അപ്രൂവായി. ഞാൻ ഈ ബുധനാഴ്ച ഞാനും കുടുംബമായിട്ട് ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. ഈ പരിശുദ്ധ അമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു ഡിസംബർ 7-ാം തീയതിയാണ്. അതുപോലെ ഇവിടെ ഒക്ടോബർ മാസം 7-ാം തീയതി ആണ് ഇവിടെ മരിയൻ ഉടമ്പടിയുടെ ഈ പ്രാർത്ഥന ഇവിടെ ആരംഭിച്ചതും. ആ ഒക്ടോബർ മാസം 7-ാം തീയതി ഈ മാസം തന്നെയാണ് എനിക്ക് എൻ്റെ വിസ മാതാവ് അപ്രൂവാക്കി തന്നത്. പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. കൂടാതെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് സൂര്യപ്രകാശത്തിനോട് ഭയങ്കര അലർജിയൊക്കെ ഉണ്ടായിരുന്നു. പുറത്തിറങ്ങിയ ദേഹത്താകെ ചൊറിഞ്ഞ് തടിച്ച് ഇങ്ങനെ ചുവന്നു വരുന്നൊരവസ്ഥയായിരുന്നു. അതെല്ലാം ഇവിടുത്തെ ഉടമ്പടി തൈലം ഉപയോഗിച്ചത് വഴിയായിട്ട് അമ്മ മാതാവ് മാറ്റി തന്നു. അതുപോലെ എൻ്റെ മകളുടെ കയ്യിൽ ഒരു അവളെ കൈ ഉളുക്കി അവൾക്ക് ഭയങ്കര വേദനയായിരുന്നു ചെറുപ്പത്തിൽ 4 വയസ്സുള്ളപ്പോൾ. അപ്പോൾ അവൾക്ക് ഭയങ്കര കരച്ചിലും ബുദ്ധിമുട്ടൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അത് കയ്യിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ കുളിപ്പിക്കാനായിട്ട് കയറ്റി. അവൾ കരച്ചിൽ നിർത്തുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവൾ ആ കൈ കൊണ്ട് തന്നെ കപ്പ് കൊണ്ട് വെള്ളം കോരി അവൾ കുളിച്ചു. ആ തൈലം പറ്റി ഉടനെ സംഭവിച്ചൊരു അത്ഭുതമാണ്. അതുപോലെ തന്നെ എൻ്റെ മക്കൾ 2 പേരും അവർക്ക് എപ്പോഴും ചെറുപ്പത്തിൽ അവർ ഏത് സമയം, ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഏത് സമയം ഒരു ഹോസ്പിറ്റലിൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഏത് സമയം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാറാണ്. എല്ലാ മാസവും തന്നെ അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പനിയും ചുമയും അലർജി കഫ എന്ന് പറയാറ്. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം
അതിൽ നിന്നൊക്കെ ഒരു പൂർണ്ണ സൗഖ്യം കിട്ടി. പനി വന്നാലും നിസ്സാര രീതിയിൽ വന്ന് ഗുളിക കഴിച്ച് മാറാവുന്ന രീതിയിലായി. അതുവരെ 1-2 ആഴ്ചകൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിക്കൊണ്ടിരുന്നാണ് അത് ഇഞ്ചക്ഷൻ ചെയ്തൊക്കെ മാറാറുണ്ടായിരുന്നത്. പരിശുദ്ധ അമ്മ മാതാവ് വഴിയും ഈശോ വഴിയും എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ സാക്ഷ്യം പറയാതെ ഞാൻ ന്യൂസിലാൻഡിൽ പോയി എന്നെ ദൈവം ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞ് എന്നെ ഇപ്പോൾ വേറൊരു രാജ്യത്തേക്ക് കൊണ്ടുപോയാണ്. നമ്മൾ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്ന് മാതാവിനോട് നമ്മൾ നന്ദി പറഞ്ഞിട്ട് തന്നെ വേണം പോകാൻ. അല്ലെങ്കിൽ നമ്മൾ ഉടമ്പടിയിൽ ഫ്ലോപ്പ് കാണിച്ചാലും മാതാവ് നമ്മളായിട്ടുള്ള ഉടമ്പടി ജീവിതാവസാനം വരെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എഫെസോസ് 2:8 പറയുന്ന പോലെ വിശ്വാസം വഴി കൃപയാലാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അത് ഞങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ് ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയിരിക്കുന്നത്. ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി. അപ്പോസ്തല പ്രവർത്തനം